വെൽക്കം ടു പച്ചവെള്ളം ലേണിംഗ് ആപ്പ്. നമ്മൾ ഇന്ന് കാണുന്നത് തെർമൽ എക്സ്പാൻഷൻ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന ടോപ്പിക്കാണ്. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപമാണ് താപം. അതായത് ഹീറ്റ് കൊടുത്ത് നമുക്ക് ഓരോ പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ, അതായത് വെള്ളം വെള്ളത്തിന് നമുക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും? നീരാവിയായിട്ട് മാറും. അതായത് ഇത് വാതകാവസ്ഥയിലാണ്. വെള്ളം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലാണ്. അതുപോലെ ഐസ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ്. ഈ ഖരാവസ്ഥയിലുള്ള ഐസിന് നമ്മൾ ഹീറ്റ് കൊടുത്താൽ, അത് താപം കൊടുത്തു കഴിഞ്ഞാൽ അത് ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും ഒക്കെ ആയിട്ട് മാറും. അങ്ങനെയാണ്. അതായത് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ഊർജ രൂപമാണ്, അല്ലെങ്കിൽ എനർജിയുടെ ഒരു ഫോമാണ് താപം അഥവാ ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി താപപ്രേക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? താപപ്രേക്ഷണം എന്നാൽ അതായത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എങ്ങനെയാണ് താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? താപപ്രേക്ഷണം. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് താപം പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേക്ഷണം അഥവാ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയാം. ഇനി അടുത്ത ഒരു കാര്യം ചാലനമാണ്. ഇപ്പം നമ്മളൊരു ലോഹ കമ്പി, ഇപ്പോൾ ഒരു കോപ്പർ കമ്പി എടുത്തു എന്ന് വിചാരിച്ചു. ഈ കമ്പി റൂം ടെമ്പറേച്ചറിലാണ്. ഈ കമ്പിയുടെ ഇവിടെ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കുകയാണ്, ചൂട് കൊടുക്കുകയാണ്. ഇവിടെ ചൂട് ആദ്യം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ ഈ ഓപ്പോസിറ്റ് എഡ്ജിലൊന്നും നമുക്ക് ചൂട് അനുഭവപ്പെടത്തില്ല. പക്ഷെ കുറേ സമയത്തിന് ശേഷം നമ്മൾ ഇവിടെ തൊട്ടാലും എല്ലാം ഒരേപോലെ താപം അനുഭവപ്പെടും. അപ്പം ഒരു ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ എന്ത് ചെയ്യും? ഈ ഭാഗത്താണ് നമ്മൾ താപം കൊടുത്തതെങ്കിൽ, ഈ ഒരു പോയിന്റിലാണ് താപം കൊടുത്തതെങ്കിൽ ഇവിടെയുള്ള തന്മാത്രകൾ തൊട്ടടുത്ത തന്മാത്രയിലേക്ക് ആ താപം പ്രേഷണം ചെയ്യും. അതായത് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് താപം മാറുന്നതിനെയാണ് താപപ്രേഷണം എന്ന് പറയുക. അപ്പം ഇങ്ങനെ താപം കൈമാറി അവസാനം ഈ ഒരു പോയിന്റ് വരെ അത് എത്തിച്ചേരും. അങ്ങനെ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഖരവസ്തുക്കളിലെ താപം പ്രേഷണം ചെയ്യുന്നത് ചാലനം വഴിയാണ്. അപ്പം ഖരവസ്തുക്കളിൽ, അതായത് സോളിഡ് ആയിട്ടുള്ള ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയായാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ഇനി താപം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളുമുണ്ട്, താപം നന്നായിട്ട് കടത്തിവിടാത്ത വസ്തുക്കളുമുണ്ട്. അതായത് ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ്. താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ സുചാലകം എന്ന് വിളിക്കും. സുചാലകം. ഈ താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ എന്ത് വിളിക്കും എന്നറിയാമോ? കുചാലകങ്ങൾ. കുചാലകം എന്ന് പറഞ്ഞാൽ പൂവർ കണ്ടക്ടറാണ്. ഹീറ്റ് അധികം കടത്തിവിടാത്ത വസ്തുക്കളായിരിക്കും. സുചാലകം എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റിൻ്റെ നല്ല ചാലകങ്ങൾ, അതിനെയാണ് സുചാലകം എന്ന് പറയുക. അപ്പോൾ താപം നന്നായിട്ട് കടത്തി വിടുന്നവയാണ് സുചാലകം, താപം നന്നായി കടത്തി വിടാത്തവയാണ് കുചാലകം എന്ന് പറയുന്നത്. താപം നന്നായിട്ട് കടത്തി വിടുന്ന വസ്തുക്കളാണ് അലുമിനിയം, ചെമ്പ്, ഇരുമ്പ് എന്നിവ. അതുപോലെ താപം നന്നായി കടത്തി വിടാത്തതിന് ഉദാഹരണമാണ് മരക്കഷ്ണം, ഗ്ലാസ് റോഡ്, പിന്നെയാണ് റബ്ബർ. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ സുചാലകങ്ങളും കുചാലകങ്ങളും എന്താണ്? ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുചാലകങ്ങളെന്നും താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങളെന്നും പറയുന്നു. ഇനി സുചാലകങ്ങൾക്ക് വേറെ കുറേ ഉദാഹരണമാണ്. പ്രഷർ കുക്കർ, ഫ്രൈ പാൻ, ഇങ്ങനെയുള്ള അലുമിനിയം പാത്രങ്ങൾ, അതുപോലെ സ്റ്റീല്, ഇതൊക്കെ എന്താണ്? സുചാലകങ്ങളാണ്. കുചാലകങ്ങൾ താപപ്രേഷണം തടയുന്നതിന് വേണ്ടിയിട്ട് തടി പോലെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഇവയുടെ പിടി നിർമ്മിച്ചിരിക്കുന്ന തടി ആയതുകൊണ്ട് തവി കൊണ്ട് നമ്മൾ എന്തിലേ പാത്രത്തിലൊക്കെ നമ്മൾ കുറേ നേരം ചൂടുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നാലും നമുക്ക് അത് കൈകൊണ്ട് പിടിക്കാനായിട്ട് സാധിക്കും. കാരണം തടി എന്ന് പറയുന്ന ഒരു കുചാലകമാണ്. അപ്പം അങ്ങനെയുള്ള പാത്രങ്ങൾക്ക് കൂടുതൽ ഉദാഹരണമാണ് കടായി,
സോസ് പാൻ, ചീനിച്ചട്ടി, അതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് റബ്ബറോ പ്ലാസ്റ്റിക്കോ അതൊക്കെ താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് ഹാൻഡിലിൽ നമ്മൾ വെക്കുക. ഇനി ഖരപദാർത്ഥങ്ങൾ താപം പ്രേഷണം ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ചാലനം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ദ്രാവകങ്ങളിൽ, അതായത് ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ഈ ദ്രാവകങ്ങളിലെ താപം ചാലനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയായിട്ടാണ്. അതായത് ഖരവസ്തുക്കളിൽ തന്മാത്രകൾ അനങ്ങുന്നില്ല അല്ലെ. ഇവിടെ ഇരിക്കുന്ന തന്മാത്ര ഇതിന്റെ തൊട്ടടുത്തിൽ ഉള്ളതിലേക്ക് പ്രേഷണം ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. പക്ഷെ ദ്രാവകങ്ങളുടെ അവസ്ഥ അതല്ല. ചൂടായ ദ്രാവകം അതിന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തന്മാത്രകൾ ചൂടായി മാറുന്ന തന്മാത്രകൾ സഞ്ചരിക്കുന്നത് വഴിയായിട്ടാണ് താപോർജ്ജം കൈമാറുന്നത്. അപ്പൊ ദ്രാവകങ്ങളിൽ താപപ്രേഷണം നടക്കുന്നത് എങ്ങനെയാണ്? സ്ഥാനമാറ്റം വഴിയാണ്. ഖരപദാർത്ഥങ്ങളിൽ താപപ്രേഷണം നടക്കുന്നത് ചാലനം വഴിയാണെങ്കിൽ ദ്രാവകങ്ങളിലെല്ലാം താപപ്രേഷണം നടക്കുന്നത് എന്തു വഴിയായിട്ടാണ്? അത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം. ചുമ്മാ സ്ഥാനമാറ്റം എഴുതിയാൽ പോരാ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയായിട്ടാണ്. അപ്പൊ ദ്രാവകങ്ങളിൽ നടക്കുന്ന പോലെ തന്മാത്രകളുടെ സ്ഥാനം മുഖേനയാണ് താപം ഒരു ഭാഗത്തു നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നത്. അതായത് വായുവിലും അങ്ങനെ തന്നെയാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം കൊണ്ടാണ് താപം ഒരു ഭാഗത്തു നിന്ന് ഇത് വായുവിൽ എങ്ങനെയാണ് പ്രേഷണം നടക്കുന്നത്? അതായത് ഒരു ഭാഗത്തു നിന്ന് മറ്റു ഭാഗത്തേക്ക് തന്മാത്രകൾ പ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒരു പൈപ്പിനകത്ത് ഇപ്പോൾ ഒരു വായു ഉണ്ട്, ഒരു സൈഡ് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വായുവിലുള്ള തന്മാത്രകൾ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്താണ് താപം വ്യാപിപ്പിക്കുന്നത്. ഇനി വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപപ്രേഷണം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പേരാണ് സംവഹനം. അപ്പൊ ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണെങ്കിൽ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് സംവഹനം വഴിയാണ്. സംവഹനം എന്ന് പറഞ്ഞാൽ തന്മാത്രകൾ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഖരപദാർത്ഥങ്ങളിൽ എങ്ങനെയാണ്? ഇത് തൊട്ടടുത്ത ജില്ലയിലേക്ക് പ്രേഷണം ചെയ്യാണ്, ഇൻഡ്യൂസ് ചെയ്ത് ഇങ്ങനെ പോകുന്നതിനെയാണ്. അത് തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ. ഇനി നമുക്ക് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. വാതകങ്ങളും ദ്രാവകങ്ങളും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം. അതുപോലെ വികിരണം എന്താണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ, അതായത് നമുക്ക് ഒരു മാധ്യമം വേണം താപം പ്രേഷണം ചെയ്യപ്പെടണമെങ്കിൽ, മനസ്സിലായില്ലേ? അപ്പം ആ മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ, ഒരു മീഡിയം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. അതിനൊരു ഉദാഹരണമാണ് സൂര്യനിൽ നിന്നുള്ള രശ്മി സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിലെത്തുന്നത്. അതായത് ഇതിനിടയ്ക്ക് നമുക്ക് വായുവോ മറ്റെന്തെങ്കിലും കണ്ടക്ട് ചെയ്യുന്ന ഒരു പദാർത്ഥങ്ങളും ഇല്ല. പക്ഷെ സൂര്യന്റെ വികിരണം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അത് ഓർത്തിരിക്കുക. സൂര്യന്റെ വികിരണം, അതായത് സൂര്യനിൽ നിന്ന് ചൂട് ഇവിടെ എത്തുമ്പോൾ അവിടെ ഒരു മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെയാണ് നമുക്ക് ചൂട് അല്ലെങ്കിൽ താപം ലഭിക്കുന്നത്. അപ്പൊ വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. അപ്പൊ സൂര്യന്റെ താപം ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ്? വികിരണം വഴിയാണ്. റേഡിയേഷനാണ് വികിരണം വഴിയാണ്. അപ്പൊ ഇരുണ്ടതോ പരിപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കും. നമ്മളിപ്പോൾ ഒരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ പ്രതിഫലിപ്പിക്കുന്ന എന്തുകൊണ്ടാണ്? മിനുസമുള്ള പ്രതലമായതുകൊണ്ട്. ഇനി വെളുത്ത പ്രതലങ്ങളും വികിരണം കൂടുതൽ പ്രതിഫലിപ്പിക്കും. മനസ്സിലായോ? അപ്പം മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. സൂര്യന്റെ താപം ഭൂമിയിൽ എത്തുന്നത് വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരിപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങളിൽ വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കുമെന്നാണ് പറയാം. ഇനി അപ്പൊ സംവഹനം എന്ന് പറഞ്ഞാൽ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം. അപ്പൊ സംവഹനം എന്താണ്, ചാലനം എന്താണ്, വികിരണം എന്താണ്, ഇത് മാറിപ്പോവാതെ വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. ഇനി നമ്മൾ ചൂടാറാപ്പെട്ടി കണ്ടിട്ടുണ്ട് അല്ലേ? ഈ ചൂടാറാപ്പെട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്കിപ്പോൾ പാചക ഇന്ധനത്തിന്റെ, അതായത് നമ്മളിപ്പോൾ എല്ലാവരും LPG ഗ്യാസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്
ചൂടാറാപ്പെട്ടി. ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ഏകദേശം നമുക്കൊരു 8 മണിക്കൂർ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇപ്പം ഏകദേശം വെന്ത ഒരു അരി വെള്ളത്തോട് കൂടിയിട്ട് അതിൽ ഇറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള അത്രയും ഗ്യാസ് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അതിലിരുന്ന് തന്നെ അത് വെന്തോളും. അപ്പൊ ചൂടാറാപ്പെട്ടിയിൽ തെർമോക്കോൾ ഉപയോഗിക്കുന്നുണ്ട്. തെർമോക്കോൾ ഉണ്ടല്ലോ ചൂടാറാപ്പെട്ടിയിൽ. അപ്പൊ ഇതൊരു കുജാലകമാണ്. തെർമോക്കോൾ എന്ന് പറയുന്ന ഒരു കുജാലകമാണ്, അതായത് താപം കടത്തിവിടാത്ത വസ്തുവാണ്. അപ്പൊ ചാലനം വഴി താപനഷ്ടം കുറയുന്നു. അപ്പൊ ചൂടാറാപ്പെട്ടി അടച്ചു വെക്കുന്നത് കൊണ്ട് സംവഹനം വഴിയും താപനഷ്ടം കുറയുന്നു. അവിടെ സംവഹനവും നടക്കില്ല, ചാലനവും നടക്കില്ല. കാരണം ഈ ഹോട്ട് ബോക്സ് എന്ന് പറയുന്ന ഒരു കുജാലകമാണ്. കാര്യം മനസ്സിലായോ? ഈ ഖരവസ്തുക്കളുടെ താപീയ വികാസം എന്ന് പറഞ്ഞാൽ തെർമൽ എക്സ്പാൻഷൻ ആണ്. അതായത് എന്താണ്? താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ എന്ത് ചെയ്യും? വികസിക്കും, എക്സ്പാൻഡ് ചെയ്യും. തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. അപ്പൊ താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ദ്രാവകങ്ങളിലെ താപീയ വികാസം അല്ലെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. ഒരുപോലെ തന്നെയാണ്. അതുപോലെ വാതകങ്ങളിൽ എങ്ങനെ തന്നെയാണ്? ചൂടാക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യും. അപ്പൊ തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, അതായത് താപീയ വികാസം ഖരവസ്തുക്കളിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഒരുപോലെയാണ്. താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങളും വാതകങ്ങളും ഖരവസ്തുക്കളും വികസിക്കുന്നു, അതുപോലെ തണുക്കുമ്പോൾ അവ സങ്കോചിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. ഇനി താപനില. നമ്മൾ നീളം, വീതി, ഉയരം, പരപ്പളവ്, വ്യാപ്തം ഇതൊക്കെ അളവ് പറയാൻ യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? മീറ്ററിലാണ്, സെന്റിമീറ്ററിലൊക്കെ നമ്മൾ യൂണിറ്റ് പറയാറുണ്ട്. അതുപോലെ തന്നെ താപം അല്ലെങ്കിൽ ഹീറ്റിന്റെ അളവ് സൂചിപ്പിക്കാനും യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില. താപനില എന്നാണ് നമ്മൾ പറയാം. ഡിഗ്രി സെൽഷ്യസിലും അതുപോലെ ഡിഗ്രി ഫാരൻഹീറ്റിലൊക്കെ യൂണിറ്റിലാണ് നമ്മൾ താപനില സൂചിപ്പിക്കുന്നത്. അപ്പൊ ശരീരത്തിലെ താപനില അളക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സാധാരണ ഒരു മനുഷ്യന്റെ ശരീര താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പൊ ശരീരത്തിന്റെ താപനില അളക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ. ഇനി താപനില അളക്കാൻ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലബോറട്ടറി തെർമോമീറ്റർ. കണ്ടല്ലോ, ഈ ലബോറട്ടറി തെർമോമീറ്റർ ആണ്. നമ്മൾ കടൽക്കാറ്റ്, കരക്കാറ്റ് ഇതും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ജലത്തേക്കാൾ വേഗം കര ചൂട് പിടിക്കും. അതായത് കരയാണ് ജലത്തേക്കാൾ വേഗം ചൂട് പിടിക്കുക. കരഭാഗം പെട്ടെന്ന് ചൂട് പിടിക്കും. അതുപോലെ തന്നെ വേഗം തണുക്കും. പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന ഭാഗമാണ് കരഭാഗം. അതുകൊണ്ട് പകൽ സമയത്ത് ഇവിടെ ചൂട് കൂടുതലാണ് അല്ലേ? ഇവിടെ പയ്യെ ചൂട് പിടിക്കുന്ന സ്ഥലമാണ് ജലം എന്ന് പറയുന്നത്. അപ്പൊ പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. കരയ്ക്ക് ചൂട് കൂടുതലാണ്. ഇനി ഈ ഹീറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഇത് പ്രവഹിക്കും. മനസ്സിലായോ? അപ്പൊ കരയോട് തൊട്ട് മുകളിലുള്ള വായു ഈ കരയ്ക്ക് ചൂട് കൂടുതലായതുകൊണ്ട് ഈ ഭാഗത്തുള്ള വായു ചൂട് പിടിക്കുന്നു. അപ്പൊ ഈ നമുക്കറിയാം താപനില കൂടുമ്പോൾ തെർമൽ എക്സ്പാൻഷൻ, വാതകങ്ങൾക്ക് എന്ത് സംഭവിക്കും? വാതകങ്ങൾക്ക് വികാസം സംഭവിക്കും അല്ലേ? ഇപ്പൊ ഈ ചൂട് പിടിക്കുന്ന വായു വികസിച്ച് മുകളിലേക്ക് പോകും. അതിനുശേഷം കരയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കടലിന് മുകളിലുള്ള വായു ഈ ഭാഗത്തുള്ള വായുവിന് തണുത്തതാണ്. അപ്പൊ ഈ ചൂട് പിടിച്ച ഈ വായു എങ്ങോട്ട് പോകും? കരയിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ചൂട് പിടിച്ച വായു തെർമൽ എക്സ്പാൻഷൻ വഴിയാണ്. അതായത് ഇവിടെ വികാസം സംഭവിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ തണുത്ത ഈ ഭാഗത്തുള്ള തണുത്ത വായു എന്ത് ചെയ്യും? ഈ ചൂട് കൂടുതലുള്ളിടത്തേക്ക് വീശും. അപ്പൊ കടലിൽ നിന്ന് കരയിലേക്ക് ഈ വായു വരുമ്പോൾ ആ വായു സഞ്ചാരത്തിനെയാണ് നമ്മൾ കടൽ കാറ്റെന്ന് വിളിക്കുക. കാര്യം പിടികിട്ടിയോ? അതായത് കടലിനേക്കാൾ പെട്ടെന്ന് ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യും. അപ്പോൾ കര ചൂട് പിടിക്കുമ്പോൾ ഇതിന് മുകളിലുള്ള വായുവിന് ചൂടുണ്ടാകും. അവിടെ തെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ താപീയ വികാസം ഉണ്ടായി ഇവിടെയുള്ള വായു മുകളിലേക്ക് പൊങ്ങി പോകുമ്പോൾ ഈ കടലിന് തണുപ്പായിരിക്കും. കടലിന് തണുത്ത ഭാഗത്തിന് മുകളിലുള്ള തണുത്ത വായു കരയിലേക്ക് പ്രവഹിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഇനി കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ കരക്കാറ്റ് സംഭവിക്കുന്നത് രാത്രിയിലാണ് കേട്ടോ, രാത്രി. അതുപോലെ കടൽക്കാറ്റ് സംഭവിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? പകൽ. എപ്പോഴാണ്? പകല്. അപ്പൊ രാത്രിയിൽ
കടലിനേക്കാൾ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നു. അപ്പം ഈ കര പെട്ടെന്ന് കൂളാവും, പെട്ടെന്ന് തണുക്കും. അപ്പോൾ കടലിന് മുകളിലുള്ള വായുവായിരിക്കും കൂടുതൽ. ഇപ്പം ഇവിടെ കടൽ എന്ന് പറയുന്നത് പയ്യെ ചൂടായി, പകൽ മുഴുവൻ ഈ ചൂടടിച്ച് ചൂടായി, പക്ഷെ ഇതിന് തണുക്കാൻ താമസം വരും. അപ്പോൾ ഈ ഇവിടെയുള്ള വായുവായിരിക്കും കൂടുതൽ, ഇവിടെയാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുക, കൂടുതൽ ചൂട് വരുന്നത്. അപ്പോൾ കൂടുതൽ ചൂടുള്ള ഭാഗത്തുള്ള വായുവിന് എന്ത് സംഭവിക്കും? അതിൽ താപീയ വികാസം ഉണ്ടാവും, അല്ലേ? താപീയ വികാസം ഉണ്ടാകുന്നു, താപീയ വികാസം ഉണ്ടാവും. ഇപ്പൊ കരയിലാണ് തണുത്ത ഭാഗം. അപ്പൊ ഇവിടെ താപീയ വികാസം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ വായു മുകളിലേക്ക് പോകും, ഇവിടെയുള്ള തണുത്ത വായു കടലിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ കരയിൽ നിന്ന് കടലിലേക്ക് പോകുന്ന വായു പ്രവാഹത്തിനെയാണ് നമ്മൾ കരക്കാറ്റ് എന്ന് പറയുക, കരക്കാറ്റ്. അപ്പോൾ കടലിന് മുകളിലെ വായുവാണ് കൂടുതൽ വികസിച്ചിരിക്കുന്നത്. അപ്പോൾ കരയുടെ മുകളിലുള്ള വായു, തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇതെന്തിന് കാരണമാകും? കരക്കാറ്റിന് കാരണമാകും. കടലിന്റെയും കരയുടെയും താപനിലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ് കടൽക്കാറ്റും കരക്കാറ്റും. കരക്കാറ്റ് എന്ന് പറയുന്ന രാത്രി സംഭവിക്കുന്നതാണ്. കര പെട്ടെന്ന് തണുക്കുമ്പോൾ കടലിനായിരിക്കും ചൂട് കൂടുതൽ, ആ ഭാഗത്തെ വായുവിന് ചൂട് കൂടി അവിടെ താപീയ വികാസം നടക്കുന്നതുകൊണ്ട് കരയിൽ നിന്ന് കടലിലേക്ക് വായു പ്രവാഹം ഉണ്ടാകുന്നു. ഇതാണ് കരക്കാറ്റ്. അപ്പൊ കരക്കാറ്റ് എന്താണ്, കടൽക്കാറ്റ് എന്താണ്, ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ അതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റിയെ പറ്റിയൊക്കെ പഠിക്കാനുള്ളത്. ബേസിക് ആയിട്ട് തെർമൽ എക്സ്പാൻഷൻ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.